എബ്രായർക്കുള്ള ലേഖനം 1 അധ്യായം എല്ലാ സൃഷ്ടികൾക്കും മേലുള്ള യേശുക്രിസ്തുവിന്റെ ആധിപത്യം സ്ഥാപിക്കുന്നു. മുൻകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചതും ഇപ്പോൾ എല്ലാറ്റിന്റെയും അവകാശിയായ തന്റെ പുത്രനായ യേശുവിലൂടെയും ലോകം സൃഷ്ടിക്കപ്പെട്ടവനിലൂടെയും എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. ദൈവമഹത്വത്തിന്റെ തിളക്കമായും അവന്റെ സത്തയുടെ കൃത്യമായ പ്രതിനിധാനമായും യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അവന്റെ ശക്തമായ വചനത്താൽ എല്ലാം നിലനിർത്തുന്നു. പാപങ്ങൾക്ക് ശുദ്ധീകരണം നൽകിയ ശേഷം യേശു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. അവന്റെ അധികാരത്തെയും അവന്റെ വീണ്ടെടുപ്പുവേലയുടെ പൂർത്തീകരണത്തെയും സൂചിപ്പിക്കുന്നു. പഴയനിയമ തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദൂതന്മാരുടെ മേലുള്ള ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ഈ അധ്യായം എടുത്തുകാണിക്കുന്നു. ദൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിനെ നേരിട്ട് ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. ദൈവം ദൂതന്മാരോട് യേശുവിനെ ആരാധിക്കാൻ കൽപ്പിക്കുന്നു. ദൂതന്മാർ രക്ഷ അവകാശപ്പെടുന്നവരെ സേവിക്കാൻ അയക്കപ്പെടുന്ന ശുശ്രൂഷ ആത്മാക്കൾ മാത്രമാണെന്നും യേശു നിത്യമായി വാഴുന്നുവെന്നും ഈ ഭാഗം ഊന്നിപ്പറയുന്നു. ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും നിത്യരാജ്യത്തെയും സ്ഥിരീകരിക്കുന്ന ദൈവത്തിന്റെ പ്രഖ്യാപനങ്ങൾ അവന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്നും അവന്റെ ഭരണം നീതിയാൽ അടയാളപ്പെടുത്തിയിരിക്കുമെന്നും പ്രസ്താവിക്കുന്നു. ഒരു വസ്ത്രം പോലെ പഴകിപ്പോകുന്ന സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തമായി അവനെ മാറ്റമില്ലാത്തവനായും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തുവിന്റെ ഉന്നതമായ സ്ഥാനത്തെ, ദൂതന്മാർക്ക് ഒരിക്കലും നൽകപ്പെട്ടിട്ടില്ലാത്ത പദവിയെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. എബ്രായ ലേഖനത്തിന്റെ കേന്ദ്ര വിഷയമായ യേശുവിന്റെ സമ്പൂർണ്ണ ശ്രേഷ്ഠതയും ദൈവത്തിന്റെ വീണ്ടെടുപ്പു പദ്ധതിയിലെ ദിവ്യപങ്കും എന്നതിലേക്കുള്ള ശക്തമായ ഒരു ആമുഖമായി ഈ അധ്യായം പ്രവർത്തിക്കുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.